ആയുധങ്ങൾ ഞാനിന്നുള്ളത് ദേശമംഗലം പള്ളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഒരു വീടിന് ചുറ്റും നിറയെ വവ്വാലുകൾ വന്ന് കൂടിയിട്ട് ഈ വീട്ടുകാർക്കും സമീപവാസികൾക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം അവയുടെ ശബ്ദം. രാത്രിയൊന്നും ഈ വീട്ടുകാർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത്. പകല് വീടിന് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ അങ്ങനെ ബുദ്ധിമുട്ടുന്ന, അതായത് കുടുംബശ്രീ പണിക്കാർ പോലും ഇവിടെ ജോലിക്ക് വിളിച്ചിട്ട് വരുന്നില്ല എന്നാണ് ഇവിടെ ഉള്ളവരുടെ പരാതി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഈ വീട്ടുകാരോട് ചോദിച്ചറിയാം. നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച ഒരു വീടിൻ്റെ ചുറ്റും നിറയെ വവ്വാലുകൾ വന്ന് കൂട്ടം കൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടം കൂടി വവ്വാലുകൾ അവിടെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇവിടെ വീട്ടിൽ നിറച്ച് മരങ്ങളിൽ വവ്വാലുകൾ വന്ന് ചേക്കേറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? നിലവിൽ ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ടല്ലേ ഞങ്ങൾ ഓരോരുത്തരോടും പറയണത്. അതിന് വേണ്ടി ചാനലിനോടും പേപ്പറോടും റിപ്പോർട്ടറോടും പറയണത്. ഇപ്പം എന്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ? ഞങ്ങൾ പുറത്തിറങ്ങണില്ല എന്നുള്ള അവസ്ഥയാണ്. ഞങ്ങൾ കുട പിടിച്ചിട്ടാണ് പുറത്ത് പോകുന്നത്. ഇതാ വിഭാഗം ശ്രദ്ധിച്ചില്ലേ, വവ്വാലിൻ്റെ കാട്ടാണ്. അതാണ് കാണുന്നത്. മനസ്സിലായി? ഇത് കംപ്ലീറ്റ് നിങ്ങളെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലേക്ക് വരിക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ? അവർ വന്നിട്ട് സൗണ്ട് ഇതാവണു. ഇപ്പം മാരക രോഗങ്ങളുള്ള കാലത്തല്ല തുള്ളി വീണു കാട്ടത്തിൻ്റെ. മനസ്സിലായോ? അതിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ അതിങ്ങനെ മൂത്രമൊടിക്കുക. അതേമാതിരി ഈ മഞ്ഞ കളറിൽ ലൈറ്റ് കറുപ്പ് കോഴിക്കാട്ടം മതി, ലൈറ്റ് കോഴിക്കാട്ടം മതി, പിന്നെ കട്ടിയിൽ, പിന്നെ വെള്ളക്കാട്ടൻ ലൈറ്റ് ലൂസായിട്ട്. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് പോകും? മൂന്ന് മാസമായിട്ടുണ്ടാവും. 3 മാസത്തോളം. 3 മാസമായിട്ട് ഇത്ര അധികം വവ്വാലുകളോട് കൂടിയിട്ടില്ല. ഇപ്പം ഇതിൻ്റെ മുകളിൽ വളരെ 20% ഉള്ളൂ. ബാക്കി 80% റബ്ബറിൻ്റെ മുകളിലാണ്. അവിടെ അങ്ങോട്ട് കുറച്ച് നേരം അങ്ങനെ സൗണ്ട് കേട്ടാൽ മാറി കളിക്കും. അപ്പോൾ അവിടെ ഒരു മരം മുറിച്ചിട്ടുണ്ട്. ഇപ്പം ഈ മരം ഞങ്ങളിപ്പോൾ ഈ മെയിൻ തടി നിർത്തിയിട്ട് ഒറ്റക്കൊമ്പ് നിർത്തിയിട്ട് ബാക്കി കൊമ്പുകൾ ഇറക്കുകയാണ് വവ്വാലിൻ്റെ പ്രശ്നം കാരണം കൊണ്ട്. അപ്പോൾ അത് പാമ്പുകാവുകൊണ്ട് ഞങ്ങൾക്ക് ഓടിച്ചൊന്നും മുറിക്കാൻ പറ്റില്ല. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമേ പറ്റുള്ളൂ. അല്ലാതെ ഇവരെ തുരത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വല്ല പടക്കം പൊട്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത വിഷുവിനൊക്കെ പടക്കത്തിൻ്റെ ഗംഭീര പുകട്ട് വെച്ച് പല ഒരപ്പന്ന് പാറും. പിന്നെ തിരിച്ച് അവിടെ തന്നെ ഇരിക്കും. പിന്നെ സൗണ്ട് ഉണ്ടാക്കിയതോടെ അത് കുറച്ച് നേരം മാറും. പിന്നെ അങ്ങനെ പറഞ്ഞ് അവിടെ തന്നെ കാണുന്നത്. രാത്രി ചുറ്റുള്ള ശബ്ദം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? രാത്രി കിടന്നുറങ്ങാനൊക്കെ? രാത്രി ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇതേമാതിരി സൗണ്ട് എപ്പോഴും ഉണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ നമ്മളോട് പറയുന്നത്. ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ടാണ് ഇപ്പോൾ ഈ ചാനലിന് അറിയിച്ചതും പിന്നെ പേപ്പറിൽ ന്യൂസ് കൊടുക്കാനും പഞ്ചായത്തിൽ പോയിട്ട് അപേക്ഷ കൊടുക്കാനും എന്നൊക്കെ കാരണം. അപ്പോൾ അധികാരികളൊക്കെ ഇവിടെ വന്നതിന് നോക്കി? പഞ്ചായത്ത് അധികൃതന്മാർ വന്ന് നോക്കി. അവർ ഫോട്ടോ എടുത്ത് പോലും അവർ വേണ്ട എന്തൊക്കെ ചെയ്തു. അത് വനം വകുപ്പോ എൻ്റെ ഏർപ്പെടുന്ന അവർ ഒറ്റയ്ക്ക് സഹായിക്കാൻ നടക്കുന്ന കാര്യമല്ല. അവർ വരുമ്പോൾ അവരെന്തിനും സഹകരിക്കാം എന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞാൽ. അവർക്ക് ഡയറക്റ്റായിട്ട് വരാനോ ഒന്നും ചെയ്യാനോ സാധിക്കില്ല. അത് വനം വകുപ്പിൻ്റെതാണെന്ന് അവർ പറഞ്ഞു തന്നത്. ഇപ്പോൾ 2 മാസത്തോളം കഴിഞ്ഞു നമുക്ക് ഈ ശല്യം അനുഭവപ്പെടും. 2 മാസമല്ല 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞു. അപ്പോൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. നടപടി നോക്കിയില്ലായതിൻ്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ ഒരു സംഘടന ഒരു സാധാരണ ഒരു വ്യക്തി തലചുറ്റി കിടന്ന് 4 ആൾ കൂടില്ലേ, അത്ര പോലും കാണാനുള്ള ഒരു അന്തരീക്ഷം കാണാനില്ല. അതിൻ്റെ മുകളാണ് ഞങ്ങൾ ചാനലിൽ പേപ്പർ റിപ്പോർട്ടറെയും വിളിച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചത്, പഞ്ചായത്തിൽ കൊടുത്തത്. അത് ഞങ്ങളതിന് മെനക്കെടില്ലല്ലോ. എൻ്റെ വീടാണിത്. എന്താ താങ്കളുടെ പേര്? പേര് കൃഷ്ണപ്രിയ.
ഇവിടെ ഇപ്പോൾ ഏകദേശം കുറച്ച് മാസമായിട്ട് പെട്ടെന്നാണ് വവ്വാൽ ഇത്രയും പെട്ടെന്നൊരു ഇൻക്രീസ് ആയത്. അപ്പോൾ നമുക്കത് കാരണം ഒന്നിനും പറ്റില്ല. അമ്മയും അച്ഛനും മാത്രമേ അപ്പോൾ വീട്ടിലുള്ളത്, ചേച്ചിയുള്ളത്. അപ്പോൾ അവർ ഏജുള്ളവരാണ്. അത് കാരണം മുറ്റത്ത് ഇറങ്ങാനോ അടിച്ചു വരാനോ വേറെയുള്ള കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളാന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അതിനനുസരിച്ചിട്ട് ജില്ലാതലത്തിലും പിന്നെ ഇപ്പോൾ വനംവകുപ്പ് വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് എന്താ ഒരു സൊല്യൂഷൻ എന്താണെന്ന് പറയുന്നില്ല ആരും. അപ്പോൾ മരം മുറിക്കുക എന്നുള്ളൊരു സൊല്യൂഷനാണ് പറയണത്. അപ്പോൾ നമ്മുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റബ്ബറൊക്കെ കണ്ടല്ലോ, കുറച്ച് റബ്ബറേ ഉള്ളൂ. പക്ഷേ അതാണ് നമുക്ക് ആകെ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയണത്. അപ്പോൾ അതുകൂടി പോയി കഴിഞ്ഞാൽ എല്ലാം മുറിക്കാൻ പറഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളൊരു പേടിയിലുണ്ട് നമുക്ക്. മാത്രമല്ല നമ്മുടെ പോലെ തന്നെ അടുത്തുള്ള ആൾക്കാർക്കും കൂടി ഒരു പേടിയുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ വവ്വാലിനെ എങ്ങനെയെങ്കിലും ഒഴിച്ചു തരണം എന്നുള്ളൊരു ഒപ്പീനിയനാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനെ തുരത്താൻ നിങ്ങളപ്പോൾ ഒന്നും ചെയ്തില്ലേ വവ്വാലിനെ? ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപേക്ഷ കൊടുക്കുകയാണ് ചെയ്തത്. മെയിനായിട്ട് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വവ്വാലിനെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യണത് നിയമപരമായിട്ട് ശിക്ഷാർഹമാണെന്ന് ഉള്ളൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് എന്താ ഞങ്ങൾ ചെയ്യുക മെയിനായിട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ നമ്മൾ വീഡിയോയിൽ നോക്കിയിട്ടും അതും ഇതും സൗണ്ട് ഉണ്ടാക്കുക അങ്ങനത്തെ കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു എഫക്റ്റും ഉണ്ടായിട്ടില്ല. പിന്നെ അറിയാമല്ലോ, ഇവിടെ അമ്മയും അച്ഛനും മാത്രമാണ്, അവർക്ക് ഏജുള്ളവരാണ്, അവരെന്താ ചെയ്യുക? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരില്ലേ. ഇതിപ്പോൾ ഏകദേശം ശല്യം തുടങ്ങിയിട്ട് 3 മാസമായിട്ടുള്ള. അതെ, ഇത്രയും ഹൈക്കായത് പെട്ടെന്ന് എങ്ങനെ വന്നു നമുക്കറിയില്ല. എവിടുന്നാണ് എന്താ കാരണം അറിയാൻ പറ്റില്ല. ഇല്ല, അറിയില്ല. എങ്ങനെ വന്നു എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വവ്വാലിനെ പേടിച്ചിട്ടാണ് നിങ്ങൾ ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഇതിനെ പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും വന്നിരുന്നോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും? അവരുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് തന്നെയാണ്, മുഴുവൻ നല്ല രീതിയിൽ സപ്പോർട്ട് തന്നെയാണ്. അവർ തന്നെയാണ് ഇപ്പോൾ നമ്മളോട് ഈ രീതിയിലാണ് മുന്നിലേക്ക് പോകേണ്ടത് എന്നുള്ളത് പറഞ്ഞത്. പഞ്ചായത്ത് വാർഡ് മെമ്പറാണെന്നുണ്ടെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി ആണെന്നുണ്ടെങ്കിലും പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും അവർ തന്നെയാണ് പറഞ്ഞത് ഈ രീതിയിലാണ് മുന്നോട്ട് പോകാൻ പറഞ്ഞത്. അതായത് ആദ്യം നമ്മൾ കംപ്ലൈൻറ്റ് റൈസ് ചെയ്തു. ആ കംപ്ലൈൻറ്റ് റൈസ് ചെയ്തിട്ട് അവർ തന്നെ പഞ്ചായത്തിന് തന്നെ ജില്ലാ തലത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് എവിടുന്നാന്നറിയില്ല വനം വകുപ്പിൽ നിന്നൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു, അവർ സാമ്പിൾ കളക്ട് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ചായിട്ടും വന്നില്ല. അപ്പോഴാണ് അടുത്തൊരു സ്റ്റേജ് എന്നുള്ള രീതിയിൽ ന്യൂസിലേക്ക് വരാം എന്നുള്ളൊരു ഓപ്ഷൻ എത്തിയത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തുരുത്തി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരി, നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ സാധിക്കട്ടെ. അപ്പോൾ വവ്വാലൊക്കെ വരുമ്പോൾ നല്ല ശല്യമുണ്ട്. പിന്നെ രാവിലെ എണീക്കുമ്പോൾ നല്ല നാറ്റൊക്കെ ഉണ്ട്. എത്ര നാളായി ശല്യം തുടങ്ങിയിട്ട്? വന്നപ്പോൾ തൊട്ടിട്ടുണ്ട്. റിയ, റിയ ഈ വവ്വാലികളെ കുറിച്ച് റിയയ്ക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് അതിനെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? നല്ല ശല്യമാണ്. എങ്ങനെയാ മേത്തേക്കൊക്കെ പറന്നു വരുന്നുണ്ടോ? രാവിലെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറന്നിട്ടൊക്കെ വളരെ ശല്യമാണ്. പിന്നെ അവിടെ ഞങ്ങളുടെ വീട്ടിന്റെ മേലുള്ളവർക്ക് ഈ മരം അവിടുത്തെ റബ്ബറിന്റെ അവിടുത്തെ മരം ഇങ്ങനെ ചാഞ്ഞിക്കുന്നുണ്ട്, അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അവിടൊക്കെ അങ്ങനെ തൂറിക്കൊണ്ടേയിരിക്കും, നമുക്ക് നടക്കാൻ പോലും പറ്റില്ല. റയാൻ്റെ തലയിലൊക്കെ തൂറിയുണ്ട്. അങ്ങനെയൊക്കെയാണ്. അതിപ്പോൾ ശല്യം തയ്ക്കാനൊന്നും പറ്റില്ല. വവ്വാല് ഈ വീട്ടിൽ ഫുള്ള് വവ്വാലിനെ ഉള്ളൂ. ഈ റൗണ്ട് ഫുള്ളായിട്ടുണ്ട്. പക്ഷേ ആയിരക്കണക്കിന് വവ്വാലുണ്ട്, ലക്ഷക്കണക്കിനുണ്ടാവും. ആയിരുന്നു പോരാ അവരുടെ വീട്ടിൽ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമോ ഫുള്ളാ പറന്ന് പോകും. ഒരു 6:30 മണിക്ക് ആരംഭിച്ചാൽ 7 മണി വരയ്ക്ക് ഫുള്ള് എവിടേക്കാണ് പോകുന്നത് ഫുള്ളാ പറന്ന് കാണാം. കുറച്ച് നേരം അവിടെ നിന്നാൽ മതി, ഫോട്ടോ എടുക്കാം. അത്ര വവ്വാൽ പുറത്ത് വരും, ഭയങ്കര വവ്വാലിനെ. അപ്പോൾ ഇവരെ നിങ്ങൾ നാട്ടുകാർ തുരത്താൻ നോക്കിയിട്ട് അതൊന്നും സാധിച്ചില്ലേ നിങ്ങൾക്ക്? അധിഷ്ഠ എന്താ പറയുക, ഭാഗ്യ പറഞ്ഞിട്ടേ കുറേശ്ശെ ഉണ്ടാകുന്നുള്ളൂ, നിർത്തി വെച്ചു. ഭാഗ്യം ഇപ്പോൾ ദുർഭാഗ്യമായി, അതാ പറ്റിയത്. പിന്നെ പാമ്പുങ്കാവാണ് അതേ, അവരുടെ വീട്ടിലെ പാമ്പുങ്കാവ് അത്രേ. മരം വെട്ടാൻ ആരും വരൂല്ല, ഒക്കെപ്പടിയാവുമ്പോൾ എന്താവും. അല്ല, അവിടുത്തെ സമീപവാസികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം കുടിക്കാനും ഒന്നും പറ്റില്ല. പിന്നെ അവരുടെ വീട് അവിടെ നിറയെ സ്ഥലം ഉണ്ടാവുകൊണ്ട് പിന്നെ ഒന്നും പ്രശ്നമില്ല അതിനെ പറ്റിയിട്ട്. ഒക്കെ റബ്ബറിൻ്റെ മുകളിലേക്കും പോയി ഇത്ര കംപ്ലീറ്റ് വ്യാപിച്ചേ, 4 വർഷത്തേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾക്ക് നിങ്ങൾ പരാതികളൊക്കെ കൊടുത്തില്ലേ? അത് നിറയെ കൊടുത്തിട്ടുണ്ടല്ലോ. പഞ്ചായത്തിൽ കൊടുത്തു, മെമ്പർ കൊടുത്തു, എവിടെ കൊടുത്തിട്ട് ആരും ഒന്നും സ്റ്റെപ്പ് എടുക്കില്ല എന്നല്ലേ പറഞ്ഞേ.
വന്ന് നോക്കിപ്പോണ്ട് ഇനി മേലെ സ്റ്റെപ്പ് എടുക്കും തോന്നും. അപ്പോൾ ഇപ്പോൾ നിറയെ ചാനലും നിറയെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. പിന്നെ മേലെ സ്റ്റെപ്പ് എടുക്കും. എവിടേക്ക് പോകുന്നത്? സ്റ്റെപ്പ് എടുത്ത് എന്ത് ചെയ്യാനാ? ലക്ഷക്കണക്കിനാണ് എൻ്റെ മേല്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ മരം മുറിച്ചാൽ വേറെ മരത്തിലേക്ക് പോകണം. ഇവിടെ എവിടെയായാലും ദേശമംഗലം ഫുള്ളായിട്ട് ഉണ്ടായിട്ടേ ഇരിക്കും. അതെങ്ങനെയൊരു കുറയില്ല. എൻ്റെ പേര് ഷറഫുദ്ദീൻ. ഞങ്ങൾ ഈ കോട്ടേഴ്സിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് ഭയങ്കര ശല്യമാണ്. ഭയങ്കര ശല്യമാണ് നമുക്ക്. ഞങ്ങൾ കിണറൊക്കെ മൂടിയിട്ടിരിക്കുകയാണ് ടാർപ്പായിട്ടിട്ട്. ഇത് പുലർച്ചെ സമയത്തൊക്കെ ഇല്ലേ, നമ്മൾ നീച്ചു വരുമ്പോൾ ഭയങ്കര സ്മെല്ലതില്ല. ഈ വൃത്തികെട്ട സ്മെല്ല് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ്. അത്രയും സ്മെല്ലാണ്. വലിയ ബുദ്ധിമുട്ടുകളാണ്. ഞങ്ങൾ ഒരു 5-6 ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ. അങ്ങനെ ഇവിടെ മൊത്തം എല്ലാവർക്കും ഇതിലൊരു കംപ്ലൈൻ്റാണ് ഉള്ളത് മൊത്തത്തിൽ. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ അത് ഈ രോഗങ്ങളൊക്കെ പടർന്ന് പിടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ ഇതിൻ്റെ. അത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇത് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ മിഞ്ഞാന്നൊക്കെ റിപ്പോർട്ടറിൻ്റെ ഏതൊക്കെ ചാനൽ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞത് കാര്യങ്ങൾ. ഒന്ന് അവരെന്താ മരം മുറിക്കുക എന്തൊക്കെ ചെയ്യണം കണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമായിട്ട് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. അതെ അതെ ശരി, താങ്ക് യു. ഈ മരത്തുമ്മ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. ഭീമമായിട്ടുള്ള വലിയ വലിയ വവ്വാലുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒക്കെ ജസ്റ്റ് കിടന്നുറങ്ങണവർ. രാത്രിയാണ് അവരുടെ സഞ്ചാരം. നിറയെ വവ്വാലുകൾ. ഇത് ഈ മരത്തുമ്മൽ മാത്രമല്ല, അവരുടെ ബാക്കിൽ ഇതേപോലെ റബ്ബറൊക്കെ ഉണ്ട് അവർക്ക്. അവിടെയൊക്കെ നിറച്ച് മരങ്ങളിലും ഈ വവ്വാലുകൾ തന്നെയാണ്. വവ്വാലിന്റെ ശല്യം എങ്ങനെയൊക്കെയാ? രാത്രിയൊക്കെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? രാത്രി അധികം സന്ധ്യയായാലും മറന്നു പോവും. വെളിച്ചായ മടങ്ങി വരും. അങ്ങനെയാണ്. അപ്പോൾ രാത്രി നിങ്ങൾക്ക് ശല്യമൊന്നുമില്ല പ്രത്യേകിച്ച് അല്ലേ? എത്ര ശല്യം പറയാൻ വയ്യ. അവർ പറന്നു പോകും. രാവിലെ അവരെത്തും പുലർച്ചെ. പിന്നെ നിങ്ങൾക്ക് അതിനുശേഷം ഈ ശബ്ദം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടല്ലേ? പിന്നെ അവിടെ കിടക്കുന്ന കാട്ടം കണ്ടില്ലേ? കാണിക്കുന്നില്ലേ? കണ്ടു. പിന്നെ വെള്ളക്കാട്ടം, മഞ്ഞക്കാട്ടം, ലൈറ്റ് കറുപ്പ് അങ്ങനത്തെ കളറുണ്ട്. പിന്നെ അയൽവാസികളൊക്കെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കണം. അയൽവാസികൾക്ക്
വഴി നടക്കാൻ പറ്റില്ല, ഒരു തലയിലേക്ക് വീഴും. ഞങ്ങൾ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിരുന്നു മുമ്പ് ഒരു 5-8 വീട്ടുകാർ. ഇവിടെ 10-15-20 വീടുണ്ട്. അതിൽ ഇപ്പോൾ വെള്ളം കൊണ്ടുപോകുന്നവർ കൊണ്ടുപോകുന്നില്ല, അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. ഇപ്പൊ ഒരു സ്മെല്ലും വരുന്നുണ്ട്. ലൈറ്റ് സ്മെല്ലുണ്ട്. അങ്ങനെ വളരെ മോശമായ അന്തരീക്ഷമാണ്. ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതെന്ന് അറിയാം. വയ്യ, ആരോട് പറഞ്ഞൊരു ഉപാധി കിട്ടണ്ടേ? ഇതൊരു അവസ്ഥയിലാണ് നിലവിലുള്ള അവസ്ഥയിലാണ്. എന്തായാലും നമ്മുടെ ചാനലിലൂടെ ഇതെല്ലാവരും കാണും. ഈ പക്ഷേ അനുഭവം ഉണ്ടാവും. ഈ മറ്റേ ഇവർ മൂത്രമൊഴിക്കുമ്പോൾ കാട്ടാകുമ്പോൾ ഇങ്ങനെ മഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ 3-4 കളറാണ്. മഴയിലായിട്ടാണ് ഇങ്ങനത്തെ. മഴയാണെങ്കിൽ ആകെ മോശമായ സൗത്ത് ആഫ്രിക്കമായുള്ള കണ്ടീഷനാണ്. പഴയ ഒരു 40 വർഷം മുമ്പുള്ള ഭൂഖണ്ഡം മാറ്റിയാണ്. സൗത്ത് ആഫ്രിക്ക കൺട്രിയാണ് മാറ്റിയുള്ള മോശമായ അന്തരീക്ഷം. എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.